നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ മേഡം, ഡോക്ടർ നിരഞ്ജനും ദേവികയും ശ്രുതിമോളും പിന്നെ സാമിയും ഒന്നിച്ച് കാറിൽ ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. ശരി മേഡം. വിവരം അറിയിച്ചതിന് നന്ദി. ഞാൻ വേണ്ടത് ചെയ്തോളാം. വാട്ട് എ പിറ്റി ബേബി. ഇപ്പോഴും നിനക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ലല്ലോ. എന്റെ തീരുമാനം? എന്റെ കൂടെ വരാനുള്ള തീരുമാനം? നിന്റെ കൂടെ ഞാൻ എന്തിനു വരണം? ഒന്ന് വന്നതിന് ഒരുപാട് ഞാൻ അനുഭവിച്ചതാ. ഓ, ഇപ്പോഴും നിനക്ക് നിന്റെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് മാറിയിട്ടില്ല? ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. നിന്നെ കുറിച്ചുള്ള കൃത്യവും വ്യക്തവുമായ ധാരണ എനിക്കുണ്ട്. എന്തു പറഞ്ഞാലും എന്റെ ഡാഡിക്ക് എന്നോട് തോന്നിയ ദയ, അതുകൊണ്ടാ ഞാനും ഇങ്ങനെ നിലനിൽക്കുന്നേ. ഡോക്ടർ നിരഞ്ജന്റെ ഭാര്യയായി. ആഹാ, അന്തസ്. ഡാഡി ഗോഡ്, ഞാൻ ഡെവിൾ. നിരഞ്ജൻ ഡാഡിയുടെ സൈന്യാധിപൻ. അക്ഷരം വീടിന്റെ അഭിമാനത്തിന്റെ അസ്ഥിവാരം തോണ്ടിയെടുത്ത് മുതലപ്പൊഴിയിൽ ഒഴുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നിട്ട് എന്റെ മകളെ കൊണ്ട് ഞാനങ്ങ് പോവും. ചുമ്മാ. എന്നോടുള്ള പ്രേമവും മകളോടുള്ള ഇഷ്ടമോ ഒന്നുമല്ല നിന്റെ മനസ്സിലെന്ന് എനിക്കറിയാം. പിന്നെ പല തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ശ്രുതി മോള് നിന്റെ മകളല്ല. അതവിടെ നിൽക്കട്ടെ, അത് കാലം തെളിയിക്കും. ചോരയെ മണത്ത് പിടിക്കുമെന്ന നിന്റെ ഭർത്താവിന് കാമുകിയുമായി എവിടെയും കറങ്ങാം. ഇപ്പോഴും ഒരു യാത്രയിലാണെന്നാണ് അറിവ്. അപ്പൊ പിന്നെ നിനക്കും ഞാൻ വിളിക്കുന്നിടത്തേക്ക് വരാം. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കത്തില്ലടാ. ഓക്കെ കൂൾ ബേബി. എനിവേ, നമുക്ക് നേരത്തെ തീരുമാനിച്ചതുപോലെ ഒരു അമിക്കബിൾ ഡീലിൽ അങ്ങ് പോവാം. എനിക്കിപ്പോ എന്റെ സ്വപ്നങ്ങളാണ് വലുത്, വലിയ ചിറകുള്ള സ്വപ്നങ്ങൾ. എനിക്ക് പരിക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ മാത്രം ആലോചിക്കുമെന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഗുഡ്. നിന്റെ ഭർത്താവിന്റെ കാമുകിക്ക് അക്ഷര ഹോസ്പിറ്റലിൽ ക്യാബിനും ഉണ്ട്, കസേരയുണ്ട്. എനിക്കവിടെ ക്യാബിനും വേണ്ട, കസേരയും വേണ്ട. പക്ഷേ ആരെക്കാളും അവകാശം അവിടെ എനിക്കാ. അതുകൊണ്ട് അദൃശ്യനാണെങ്കിലും എന്റെ കാലടി ഒച്ചകൾ അക്ഷര ഹോസ്പിറ്റലിന്റെ ഇടനാഴികളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ലക്ഷ്യം തുടരും. മാഡം വിശാൽ സാറിനെ കാണാൻ പോയതായിരിക്കും അല്ലേ? വിശാൽ സാറോ? പറഞ്ഞപ്പോ കുറച്ച് ബഹുമാനം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. സുനിത എങ്ങനെ അറിഞ്ഞു ഞാൻ എവിടേക്ക് പോയതെന്ന്? അല്ല, ഒറ്റയ്ക്ക് പെട്ടെന്ന് പോകുന്നുണ്ടപ്പോ ഞാൻ ഊഹിച്ചു. ഞാനല്ലെങ്കിലും ഇപ്പോഴും ഒറ്റയ്ക്കാണല്ലോ. മാഡവും ഫിലോസഫി പറഞ്ഞു തുടങ്ങിയോ? ഡോക്ടർ നിരഞ്ജൻ നാട്ടിൽ പോയിരിക്കും അല്ലേ? ദേവികയും ഒപ്പം കൂട്ടിയെന്ന് കേട്ടു. വനവാസത്തിന് രാമൻ പോകുമ്പോ സീതയും കൂടെ വേണമല്ലോ. സുനിതയ്ക്ക് വേറൊന്നും പറയാനില്ലേ? അല്ല, ഞാൻ പറയാൻ വന്നത് അതൊന്നും അല്ല. പിന്നെ ശ്രുതിമോളെയും അവരൊപ്പം കൂട്ടിക്കൊണ്ടു പോയിന്ന് കേട്ടു. അത് ശരിയായില്ല. ശ്രുതിമോളുടെ മേൽ ഡോക്ടർ നിരഞ്ജന് പ്രത്യേകിച്ച് ഒരു അധികാരവും ഇല്ലെന്ന് അറിയാവുന്ന ആളാണല്ലോ ഞാൻ. അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ ദേവികയ്ക്ക് പാവം ശ്രുതിമോളൊരു ആയുധമാ. ആയുധമോ? ആയുധമെന്നോ ഉപകരണമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ശ്രുതിമോളോട് സ്നേഹം അഭിനയിച്ച് അവൾ ഡോക്ടർ നിരഞ്ജനെയും കയ്യിലെടുത്തു.
ജയശങ്കർ സാറിന്റെ വാത്സല്യ ഭാജനമായി ഈ ഹോസ്പിറ്റലിൽ ഒരു അപേക്ഷ പോലും നൽകാതെ, ഒരു ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാതെ, ഉയർന്ന തസ്തികയിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി വരെ സംഘടിപ്പിച്ചെടുത്തു. മാഡത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ തുടരുന്നു. നല്ല ഒന്നാന്തരം ചിലന്തിയാണ് അവൾ. നാളെ അവൾ ശ്രുതിമോളെ കൊണ്ട് മാഡത്തിന്റെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടിക്കും. ആ ഭയം എനിക്കുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. അതിനു മുൻപ് അവള് തീർക്കും ഞാൻ. സാറേ, കാറ് പാസ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊരു തുണിക്കട കയറിയായിരുന്നു. അമ്മയ്ക്കും അമ്മാവനും കോടി വാങ്ങാനായിരിക്കും. കോടി പതക്കേണ്ട സമയത്ത് കോടി പതച്ചില്ലേ പറ്റൂ. വണ്ടി കോലത്ത് കടവിലിട്ടിട്ട് വള്ളത്തിലല്ലേ പോവുക. വള്ളം മുങ്ങിയും മരിക്കാം, വണ്ടി ഇടിച്ചും മരിക്കാം. എങ്ങനെയാണെങ്കിലും ഐസ് ഓഫ്ലൈനിൽ എത്തിയാ പോരെ സാറേ. ശരി, ഞങ്ങൾ കാര്യങ്ങൾ അപ്പൊ അപ്ഡേറ്റ് ചെയ്യാം. എന്റെ ശങ്കരേട്ടാ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. നീയൊന്ന് പോയടി. എൻ്റെ മരുമകൻ അവൻ്റെ കൊച്ചുമായിട്ട് വരുമ്പോൾ ഒരു പായസം വെക്കാനും അതിന് കുറച്ച് തേങ്ങാപ്പാൽ പിഴിയാനുള്ള ത്രാണിയൊക്കെ ഈ ശങ്കരനുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്നെ നിത്യസഹായ ശങ്കരൻ എന്നല്ലേ നാട്ടുകാർ വിളിക്കുന്നത്. കൂടുതൽ സഹായം കുമാരന്റെ ഷാപ്പിലാണെന്നേ ഉള്ളു. ഒന്ന് പോടി എടി, അവർക്കും ജീവിക്കണ്ടേ. ആ, ഞാൻ നമ്മുടെ പുണ്യാളം പത്രസിനോടെ കുറച്ച് പുഴമീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. വരാലോ കാരിയോ പള്ളത്തിയോ ഒന്നിലേതെങ്കിലും ആയിരിക്കും. ഒന്നുകിൽ വറക്കാം, അല്ലെങ്കിൽ പീര വയ്ക്കാം. ദേവികമോളും വരുന്നുണ്ടെന്ന്. ആ, അതാ ഞാൻ പറഞ്ഞേ. എന്താ ഐശ്വര്യമുള്ള കുട്ടിയല്ലേ. സ്വർണത്തിന് സുഗന്ധം വെച്ച പോലത്തെ സ്വഭാവം. അത് നടക്കുന്നത് പോലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭൂമിയെ നോവിക്കാതെ. വേറൊരെണ്ണം ഉണ്ടല്ലോ, ഭൂമിയെ ചവിട്ടി കുലുക്കി നടക്കാനായിട്ട്, നിന്റെ മരുമോള്. ഏട്ടനൊന്ന് ചുമ്മാതിരുന്നേ. അച്ഛനും അമ്മയും ഇല്ലാത്ത കൊച്ചാ ദേവിക. അത് ഇവിടുന്ന് പോകുമ്പം മനസ്സ് നിറഞ്ഞു തന്നെ പോകണം. സത്യത്തിൽ ആ കൊച്ചായിരുന്നു മരുമോനും ഭാര്യയായിട്ട് വരേണ്ടിയിരുന്നത്. എന്തിനാ ചേട്ടാ നമ്മളിപ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോകുന്നേ? വളഞ്ഞ വരകള് നേരെയാക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്. ഒരിക്കലും നേരെയാവില്ല എന്ന് ഉറപ്പുള്ള വരകൾ മായ്ച്ചു കളയണം. ആ, ദൈവം എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. മുകളിലിരുന്ന് കഥ എഴുതുന്നത് അങ്ങേരല്ലേ, നമ്മൾ അഭിനയിക്കുന്നു, വേഷം അഴിച്ചു വെച്ചിട്ട് പോകുന്നു, അത്ര മാത്രം. നീ അവിയലൊക്കെ ഒന്ന് റെഡിയാക്കാൻ നോക്ക്, ഞാൻ മീനെടുത്തിട്ട് വരാം.